وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وصلى الله وسلم وبارك على نبينا عليه وعلى آله وأصحابه أجمعين. أما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح وأن يرزقنا الإخلاص في القول والعمل. عن الزبير بن عدي رحمه الله قال: أتينا أنس بن مالك رضي الله عنه فشكونا ما نلقى من الحجاج فقال اصبروا فإنه لا يأتي عليكم زمان إلا الذي بعده شر منه حتى تلقوا ربكم سمعته من نبيكم صلى الله عليه وسلم. رواه البخاري. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണിത്. സുബൈർ ഇബ്നു അദിയാണ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം സുബൈർ ഇബ്നു അദി പറയുകയാണ്, അതൈന അനസ് ഇബ്നു മാലിക്, ഞങ്ങൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നു. ഫശകൗന ഇലൈഹി, അങ്ങനെ ഞങ്ങൾ പരാതി പറഞ്ഞു. ആരോട്? അനസ് ഇബ്നു മാലിക്കിന്റെ അടുക്കൽ പരാതി പറഞ്ഞു. മാ നൽഖാ മിനൽ ഹജ്ജാജ്, ഹജ്ജാജിൽ നിന്ന് ഞങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ഞങ്ങൾ പരാതിയായിട്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഹജ്ജാജ് ഇബ്നു യൂസുഫ് അസ്സഖഫി, അദ്ദേഹം വളരെ അക്രമിയായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിട്ടുണ്ട്, മിൻ സഖീഫിൻ കദ്ദാബുൻ വമുബീർ, സഖീഫിൽ നിന്നൊരു അക്രമിയായ വിനാശകാരി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് താബിഈങ്ങളെയും അതിനു മുമ്പേ സഹാബിമാരെയും കൊന്നിട്ടുള്ള ഭരണാധികാരിയായിരുന്നു ഹജ്ജാജ്. അദ്ദേഹത്തെ സംബന്ധിച്ച് എന്താണ് ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സിയറിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, അദ്ദേഹത്തിന് ചില നന്മകളുണ്ട്, പക്ഷേ അത് അദ്ദേഹം ചെയ്തു കൂട്ടിയ അക്രമങ്ങളുടെ കടലിൽ അത് ഒന്നുമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മൾ ആരും എന്ത് ചെയ്യുന്നില്ല, ആരും ആരോപിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ഇസ്ലാമിനെ കുറിച്ച്. അദ്ദേഹം അക്രമിയായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ അക്രമങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളും ഏൽക്കേണ്ടി വന്ന കാര്യങ്ങളും അനസ് ഇബ്നു മാലിക്കിന്റെ അടുക്കൽ ഞങ്ങൾ പരാതി പറഞ്ഞു. അങ്ങനെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുക. ഫഇന്നഹു ലാ യഅതി അലൈക്കും സമാനുൻ ഇല്ല അല്ലദീ ബഅദഹു ശർറു മിൻഹു, നിങ്ങൾക്ക് ഏതൊരു കാലം വരുന്നുണ്ടോ അതിന് ശേഷമുള്ള കാലം അതിലും എന്തായിരിക്കും? ഷർറ് നിറഞ്ഞതായിരിക്കും. അപ്പൊ നിങ്ങൾ ഹജ്ജാജിന്റെ കാലം കഴിയുന്നത് എന്തായിരിക്കും? പ്രതീക്ഷിക്കുകയായിരിക്കും. പക്ഷെ ഹജ്ജാജിന്റെ കാലം കഴിഞ്ഞാൽ അതിലും തിന്മ നിറഞ്ഞ കാലമാണ് വരാനുള്ളത്. ഹത്താ തൽഖൗ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കാണുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കാണുന്നത് വരെ ക്ഷമിക്കുക. സമിഅതുഹു മിൻ നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഈ കാര്യം നിങ്ങളുടെ നബിയിൽ നിന്നാണ് കേട്ടത് എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിൽ ധാരാളം ഫവായിദുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ ഫായിദ ഏതാണ്? ഒന്നാമത്തെ ഫായിദ, ഫിത്നകൾ വന്നു കഴിഞ്ഞാൽ അഥവാ സമൂഹത്തെ
ഒന്നടങ്കം ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനാണ് നാസിലത്ത് എന്ന് പറയുക. അഥവാ സമൂഹത്തിൽ വന്നിറങ്ങിയ ഒരു പുതിയ പ്രശ്നം, ഗൗരവതരമായിട്ടുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മടക്കേണ്ടത് പണ്ഡിതന്മാരിലേക്കാണ്. അതുകൊണ്ടാണ് കൂഫയിലുള്ള സുബൈർ ഇബ്നു അദിയും അതുപോലെ ഉള്ള ആളുകളും അവരും പണ്ഡിതന്മാർ തന്നെയാണ്. അവർ മുതിർന്ന പണ്ഡിതനായ സഹാബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരനായ അനസ് ഇബ്നു മാലിക്കിന്റെ അടുക്കലേക്ക് ആ വിഷയം എന്ത് ചെയ്യാണ്? മടക്കുകയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അന്വേഷിക്കുകയാണ്. അപ്പോ ഇത് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദാ ജാഅഹും അംറുൻ മിനൽ അംനി അവൽ ഖൗഫ് അദാഉ ബിഹി. സഹാബിമാരെ കുറിച്ച് അള്ളാഹു എന്താണ്, സഹാബിമാർക്ക് ചിലർക്ക് സംഭവിച്ച ഒരു അബദ്ധം അള്ളാഹു തിരുത്തുകയാണ്. അവർക്കൊരു ഭയത്തിന്റെയോ നിർഭയത്വത്തിന്റെയോ ഒരു വാർത്ത വന്നു കിട്ടിയാൽ, ഒരു ന്യൂസ് വന്നു കിട്ടിയാൽ അവരതിങ്ങനെ പ്രചരിപ്പിക്കും, എല്ലാവരോടും ഇങ്ങനെ പറയും. വലൗ റദ്ദൂഹു ഇലാ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും. അത് അല്ലാഹുവിന്റെ റസൂലിലേക്കും അവരുടെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാരിലേക്കും അത് മടക്കുകയാണെങ്കിൽ ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. അവരിൽ നിന്ന് വിധികൾ, നിലപാടുകൾ ഇസ്തിംബാത്ത് ചെയ്യാൻ അഥവാ പുറത്തെടുത്ത് പറയാൻ കഴിവുള്ളവർക്ക് അതറിയാൻ സാധിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മാത്രമല്ല, നമുക്കറിയാവുന്ന വിഷയമാണ്, സഹാബിമാര് ജീവിച്ചിരിക്കുന്ന കാലത്ത്, അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏതൊരു നാട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിലും അവരെവിടേക്ക് വരും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് യാത്ര ചെയ്തു വരാറുണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണെന്ത്? ഒരു സഹാബി ഒരു കല്യാണം കഴിച്ചു. അങ്ങനെ അദ്ദേഹം കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നത്, നിനക്കും അതുപോലെ തന്നെ ഈ സ്ത്രീക്കും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? മുല കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ഏതായിരുന്നു? ഈ പുരുഷന് മുല കൊടുത്തിട്ടുള്ള റദാഅത്തിലുള്ള ഉമ്മയായിരുന്നു. മുലയൂട്ടലില് ഉമ്മയായി മാറിയതാണ്. മാത്രമല്ല, ആ സ്ത്രീക്ക് മുല കൊടുത്തിട്ടുണ്ട്, ഭാര്യക്കും മുല കൊടുത്തിട്ടുണ്ട് എന്ന് എന്ത് ചെയ്തു? ആ സ്ത്രീ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഉടനെ അവിടെ നിന്ന് യാത്ര ചെയ്യുകയാണ് അവിടത്തേക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ എന്താണ് ആ ബന്ധം വേർപിരിക്കാൻ ചെയ്തിട്ടുള്ളത്. കാരണം എന്താണ്? സഹോദരിയും സഹോദരനും തമ്മിൽ കല്യാണം ബന്ധം പാടില്ലാത്തതാണ്. അപ്പൊ ഈ തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂലുള്ളാഹിയിലേക്ക് എന്ത് ചെയ്യാ? ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ, ഇന്നൊരു വിഷയം വന്നതെന്ന് എന്താ ചെയ്യാ? നേരെ അഭിപ്രായം എത്തുന്നതിന് മുമ്പ്, അത് നിജസ്ഥിതി ഉറപ്പുവരുന്നതിന് മുമ്പ് എന്ത് ഉണ്ടാകും? അഭിപ്രായങ്ങൾ പരന്നിട്ടുണ്ടാകും. അങ്ങനെ സാധാരണക്കാർക്കൊന്നും തന്നെ എന്താണ് ഒരു കൃത്യമായ നിലപാട് എടുക്കേണ്ടത് എന്നറിയാത്ത സ്ഥിതിയാണ്. അങ്ങനെ അതുപോലെ തന്നെ ആദ്യമായിട്ട് ഖദരിയ്യത്ത് വന്നു, നമുക്കറിയാവുന്നതാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു? ആരുടെ അടുക്കലേക്ക് പോയി? ബസ്രയിലുള്ള പണ്ഡിതന്മാരെ എവിടത്തേക്ക് പോയി? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഫത്വ ചോദിക്കാൻ വേണ്ടി പോയി. ധാരാളം സംഭവങ്ങൾ കാണാൻ കഴിയും. ഇതെല്ലാം നമ്മെ അറിയിക്കുന്നത്, ഫിത്ന വന്നു കഴിഞ്ഞാൽ അത് ആരുടെ അടുക്കലേക്കാണ് അത് തന്നെ വിടേണ്ടത്? പണ്ഡിതന്മാരുടെ അടുക്കലേക്ക്, മുതിർന്ന ഉലമാക്കളുടെ അടുക്കലേക്ക് പോയിട്ട് ചോദിക്കണം. വിശദമായി ചോദിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള ശർഈയായ വിധി പഠിക്കണം. അല്ലാതെ ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? ചാനലുകളിലൊക്കെ ചർച്ചകളാണ്. അവിടെ എന്ത് ചെയ്യും? വിഷയങ്ങൾ ചർച്ച ചെയ്യും. വലിയ വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യും അവിടെ. അപ്പോ എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും ഓരോന്നും മനസ്സിലാക്കി പോകുന്നു. അപ്പോ അതല്ലാതെ തന്നെ ആളുകൾ പരസ്പരം കൂടിയിരുന്നിട്ട് വലിയ വലിയ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു.
ഇതൊന്നുമല്ല വേണ്ടത്, മറിച്ച് പണ്ഡിതന്മാരുടെ അടുക്കിലേക്ക് മടക്കുകയും അതിലുള്ള നിജസ്ഥിതി മനസ്സിലാക്കുകയുമാണ് ചെയ്യേണ്ടത്. അപ്പൊ അതുപോലെ തന്നെ ഇനി പണ്ഡിതന്മാരടുത്ത് പോയി ചോദിക്കുക എന്നുള്ള ആ ഒരു വിഷയം, ആ ഒരു കാര്യത്തിന് ധാരാളം തെളിവുകൾ ഇനി സഹാബത്തിന്റെ ഫഅലുകളിലുണ്ട്. ഇനി അടുത്തതായിട്ട് അടുത്ത ഫായിദ എന്താണ്? അടുത്ത ഫായിദ, ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷമുള്ള അടുത്ത വർഷം എന്തായിരിക്കും? അടുത്ത വർഷം ആ വർഷത്തേക്കാൾ ചീത്തയായിരിക്കും എന്നുള്ളത്. അത് നമ്മൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമാണ്. ഏറ്റവും നല്ല കാലഘട്ടം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുള്ള കാലഘട്ടമാണ്. അത് കഴിഞ്ഞിട്ടോ ഖുലഫാക്കൾ ജീവിച്ചിരിക്കുന്ന, അതിൽ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മരണം വരെ. ഉമറിന്റെ മരണത്തിന് ശേഷം ഫിത്നയുടെ വാതിൽ തുറന്നു അല്ലേ? അതിനുശേഷം അലി ഇബ്നു അബി താലിബിന്റെ അതുവരെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഇങ്ങനെ പോയി താഴോട്ട് ഇങ്ങനെ പോയി വരികയാണ്. അവസാന കാലം എത്തിക്കഴിഞ്ഞാലോ അതാണ് ഏറ്റവും വലിയ ശർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഉമ്മ ജുഇലത് ആഫിയതുഹാ ഫി അവലിഹാ. ഈ ഉമ്മത്തിന്റെ ആഫിയത്ത് വെക്കപ്പെട്ടിട്ടുള്ളത് തുടക്കത്തിലാണ്, ഈ ഉമ്മത്തിലെ ആരംഭ കാലഘട്ടത്തിൽ. വസതുസീബു ആഖിറഹാ ബലാ വഉമൂറുൻ തുൻകിറൂനഹാ. എന്നാൽ ഈ ഉമ്മത്തിന്റെ അവസാന കാലത്ത് വലിയ പരീക്ഷണങ്ങൾ, നിങ്ങൾ അങ്ങേയറ്റം വെറുക്കുന്ന ഭയപ്പെടുന്ന വിഷയങ്ങൾ അവസാന കാലത്ത് വരാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കാലഘട്ടം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ചീത്തയായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോ വളരെ വ്യക്തമാണ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പഠനങ്ങളും ഭൗതികമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും അതിലുള്ള കൂടുതൽ അന്വേഷണങ്ങളും വിവരങ്ങളും ഒന്നും തന്നെ ചെയ്യുന്നത് നന്മയല്ല വരുത്തുന്നത്, മറിച്ച് കൂടുതൽ തിന്മയാണ് വരുത്തുന്നത്. മഫ്ഹൂമാണ്. അപ്പൊ അതിൽ നിന്ന് മറ്റൊരു മഫ്ഹൂം അടുത്ത വിഷയം ആഖിറുസ്സമാനാണ് ഏറ്റവും ചീത്തയായിട്ടുള്ള കാലഘട്ടം അല്ലേ? നമുക്കറിയാവുന്നതാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അവസാന നാളിന്റെ അടയാളങ്ങളായിട്ട്. അവസാന നാളിൽ സംഭവിക്കുന്നത് കാര്യമായിട്ട് നമ്മൾ തന്നെ ഒരുപാട് ഹദീസുകൾ പഠിച്ചു അല്ലേ? അവസാന നാളില് കൂടുതൽ ജഹല് വർദ്ധിക്കും, സിന വർദ്ധിക്കും, കള്ളുകുടി വർദ്ധിക്കും, അതുപോലെ തന്നെ കൊലപാതകങ്ങൾ വർദ്ധിക്കും. എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോ അതാണ് കാര്യം. അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരും, വളരെ സൂക്ഷ്മമായി ഒരു ചോദ്യം ഇവിടെ വരും. അതെന്താണ്? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും അവസാന നാളിലല്ല ആര് വരുന്നത്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്, അതുപോലെ മഹ്ദി വരുന്നത്, അതുപോലെ തന്നെ സാധാരണ പറയാറുള്ളത് പോലെ അൽ മുസ്തഖ്ബലുൽ ഇസ്ലാം, ഇസ്ലാമിനാണ് നല്ല ശുഭഭാവിയുള്ളതെന്ന് പറയാറില്ലേ? അപ്പോ ഇത് ഈ ഹദീസിന് എതിരാവൂലേ എന്നൊരു ചോദ്യം ഇവിടെ വരാനുണ്ട്. അപ്പോ അതിനുള്ള മറുപടി എന്താണ്? ഒന്നാമത്തെ മറുപടി, അവസാന നാൾ, ഏറ്റവും ലാസ്റ്റുള്ള സമയം, അതിന്റെ വിധി വേറെ തന്നെയാണ്. ഇനി രണ്ട്, നന്മയും തിന്മയും ഏറുകയും കുറയുകയും ചെയ്യും. ഉദാഹരണമായിട്ട് ഒരു സ്ഥലത്ത്, ഉദാഹരണമായിട്ട് മശ്രിഖില് നല്ല ഫിത്നയായിരിക്കും, പക്ഷെ വേറെ മഗ്രിബിൽ ഫിത്ന കുറവായിരിക്കും. ഇങ്ങനെ സ്ഥലങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ ഫിത്ന കൂടുകയും കുറയുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഇനി വ്യക്തികൾക്കനുസരിച്ച് ഫിത്ന ഏറുകയും കുറയുകയും ചെയ്യും. പക്ഷെ കാലഘട്ടം നോക്കുകയാണെങ്കിലോ കഴിഞ്ഞ കാലഘട്ടത്തിനേക്കാളും മോശമായ കാലഘട്ടം ശേഷം വരുന്നത്. അതും ഇതെല്ലാം വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് ഒരു തരത്തിലുള്ള വിശദീകരണത്തിന് ആവശ്യമില്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു ഉയർച്ച വരില്ല. എന്തുകൊണ്ടല്ലാതെ? ഇൽമു കൊണ്ടല്ലാതെ. എവിടെയെങ്കിലും ഉയർച്ച വന്നിട്ടുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് എവിടെയെങ്കിലും ഷാമിലോ യമനിലോ
ഹെജാസിൽ എവിടെയെങ്കിലും ഉയർച്ച വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു നല്ല ആലിമ് വന്നിട്ടുണ്ടാകും. പിന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതെന്തായി പോയി, അത് നശിച്ചു പോയി. എന്നാൽ മൊത്തം കാലഘട്ടം എടുത്തു നോക്കുകയാണെങ്കിലോ ഒരിക്കലും കഴിഞ്ഞ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ പരിശോധിക്കാം. ഇമാം ഇബ്നു ബാസും അൽബാനിയും ഇബ്നു ഉസൈമീനും മുഖ്ബിലും ഒക്കെ ജീവിച്ചിരുന്ന കാലഘട്ടം പോലെയാണോ ഈ കാലഘട്ടം? ഒരിക്കലും അല്ല. തീർച്ചയായിട്ടും എന്തുണ്ട്, വ്യത്യാസമുണ്ട്. അപ്പോ കാലഘട്ടം എന്ത് ചെയ്യുന്നു, കാലഘട്ടത്തെ മുഴുവൻ നോക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് പിന്നീട് വരുന്ന ഓരോന്നും എന്തായിരിക്കും, താഴോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്, റബ്ബ യൗമിൻ ബകൈതു ഫീഹി ഫലമ്മാ ദഹബ ബകൈതു അലൈഹി. എത്ര ദിവസങ്ങളുണ്ട്, ആ ദിവസത്തെ ഫിത്നകൾ ആലോചിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്, പക്ഷേ പിന്നെ ഞാൻ അതിനെ ഓർത്ത് കരയും. എന്ന് പറഞ്ഞാല് ആ ദിവസം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് എന്ത് ചെയ്യും, ഞാൻ ആലോചിച്ചിട്ട് എന്ത് ചെയ്യും, കരയാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഇതാണ് കാര്യം. ഫിത്ന കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഫായിദ, അടുത്ത വിഷയം എന്താണ്? അപ്പോ ഭരണാധികാരികൾ, ഇപ്പൊ ഹജ്ജാജ് വാലിമാണെന്നുള്ള കാര്യം തർക്കമറ്റതാണ്. സഹാബിയായ ഇബ്നു ഉമർ അസ്സാഹിദുൽ ആബിദ് അൽ ആലിം, എല്ലാ ഫദായിലുകളുടെയും ഉടമയായിട്ടുള്ള ഇബ്നു ഉമറിനെ കൊന്നത് ഹജ്ജാജാണ്. അതുപോലെ തന്നെ അബ്ദുല്ലാഹിബ്നു സുബൈറിനെ കൊന്നത് അദ്ദേഹമാണ്. ഇങ്ങനെ ധാരാളം കൊലപാതകങ്ങൾ അദ്ദേഹം നടത്തി. അപ്പോ അദ്ദേഹം വലിയ അക്രമിയാണ്. പക്ഷേ എന്താണെങ്കിലും അദ്ദേഹം മാദാമ മുസ്ലിമൻ അലൽ ഇസ്ലാം, ഇസ്ലാമിലുണ്ടായിരിക്കെ അദ്ദേഹത്തിനെതിരെ ഖുറൂജ്, വിപ്ലവം നയിക്കുക എന്നുള്ളത് പാടില്ല എന്നുള്ളതാണ്. ഇവിടെ വളരെ കൃത്യമായി മനസ്സിലാക്കണം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കല് എന്ത് ചെയ്തു? അനസ് ഇബ്നു മാലിക്കിന്റെ അടുക്കൽ വന്നിട്ട് പരാതി പറയാണ്, ഞങ്ങൾ എന്താ ചെയ്യുക? അനസ് ഇബ്നു മാലിക് എന്താ പറയുന്നത്? അസ്ബിറു, പിന്നെ അവസാന ഭാഗം എന്താണ്? ഹത്താ തൽഖൗന റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ, മരണം വരെ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ഷമിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ക്ഷമിക്കാനാ പറഞ്ഞത്, അല്ലാതെ ഭരണാധികാരികൾക്കെതിരെ മുദ്രാവാക്യവുമായിട്ട് വാളും തോക്കുമായിട്ട് എന്താണ് വിപ്ലവം നയിക്കുക എന്നുള്ളത് എന്തല്ല, ഇസ്ലാമികപരമായിട്ട് പാടില്ലാത്തതാണ്. മറിച്ച് ഈ രീതികൾ കടന്നു വന്നിട്ടുള്ളത് അത് കുഫാറുകളുടെ ഭാഗത്തുള്ള രീതികളാണ്. ഉദാഹരണമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനെ സെക്കുലറിസ്റ്റുകളുടെ രീതിയാണ് അതൊക്കെ. അതുപോലെ തന്നെ ഇസ്ലാമിലെ ആശയം കൊണ്ടുവന്നത് ആരാണ്? ഖവാരിജുകളാണ്. റസൂലുള്ളാഹിനോട് ആദ്യമായിട്ട് റസൂലുള്ള നീതി കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആ തരത്തിൽ. അപ്പോ ഇന്ന് നമുക്കറിയാവുന്നതാണ്, ഇന്ന് ഈജിപ്തില് ഹസ്നി മുബാറക് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് നന്മകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെതായ ദീനിന്റെ കുറവും എല്ലാം ഉണ്ടായിരുന്നു, പോരായ്മകൾ ഒരുപാടുണ്ട്. പക്ഷെ അവിടെയുള്ള ചില എന്താണ് ഈ കുഫാറുകളുടെ ഈ എന്താണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ചില ആശയങ്ങൾ ഇസ്ലാമികവൽക്കരിച്ചുകൊണ്ട് എന്താണ് ഭരണാധികാരികൾക്കെതിരെ എന്തുണ്ടായിട്ടുണ്ട്? പുറപ്പെടലുണ്ടായിട്ടുണ്ട്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഈജിപ്ത് നേരത്തെ ഹസ്നി മുബാറക് ഉണ്ടായിരുന്ന സമയത്തേക്കാൾ എത്രയോ മോശമായ അവസ്ഥയിലേക്ക് എന്ത് ചെയ്തു? താഴ്ന്നു പോയി എന്നുള്ളതാണ് കാര്യം. എത്ര ആളുകൾ മരണപ്പെട്ടു, എത്രയോ ആളുകൾ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ യതീമുകളായി തീർന്നു, ഒരുപാട് സ്ത്രീകൾ എന്താണ് വിധവകളായി തീർന്നു. പക്ഷെ അവർക്ക് എന്താണ് ഒരു പ്രശ്നമില്ല. അവർ പറയുന്നതാണ്, അവസാനം പറയും നമ്മൾ പ്ലാന് തെറ്റിപ്പോയി. അപ്പൊ ഇതുവരെ ചെയ്തതിനൊന്നും എന്തല്ല, എത്രയോ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതൊക്കെ ഒരു പ്രശ്നമല്ല. അവർ പറയുന്നതാണ്, വേറെ കുറെ സ്ത്രീകൾ എന്ത് ചെയ്തിട്ടുണ്ട്, 10,000 കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസവിച്ചിട്ടുണ്ടെന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ അത്ര വിലയുള്ള എന്താണ് മുസ്ലിമീങ്ങളുടെ രക്തത്തിന്, ജീവന് അത്ര വിലമാണ് ഈ ആളുകൾ നൽകുന്നത്. അപ്പോ അവരുടെയൊക്കെ പുറകിലുള്ള ലക്ഷ്യം എന്നുള്ളത്
തീർത്തും ഭൗതിക ലക്ഷ്യമാണ്. മനസ്സിലായില്ലേ? ഭൗതിക ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളത്. അതല്ലാതെ അവർക്ക് എന്താണ് നീതി നടപ്പിലാക്കണം, ഇസ്ലാമിക ഇത് നടപ്പിലാക്കാൻ ഒന്നുമല്ല. മറിച്ച് എന്താണ് ഇല്ലൽ കുർസി മാത്രമാണ് എന്താണ് ആഗ്രഹിച്ചത്. അങ്ങനെയാണ് മുർസി വന്നത്. അതേ അവസ്ഥയാണ് എവിടെ ഉള്ളത്? ബഗ്ദാദിലും അതേ അവസ്ഥയാണ് എവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ സിറിയയിലും ലിബിയയിലും എല്ലാം ജസായിരിലും എല്ലാം സംഭവിച്ചിട്ടുള്ളത് ഇതേ ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോ ഇതാണ്. പിന്നെ അവസാനത്തിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅതുഹു മിൻ നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്താണ്, നിങ്ങളുടെ റസൂലിൽ നിന്ന് ഞാൻ ഇത് കേട്ടു എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? അങ്ങനെ പറഞ്ഞോടുകൂടി ഈ ഹദീസ് എന്താ തീർന്നു? മർഫൂ ആയിട്ട് തീർന്നതാണ് കാര്യം. വൈലഹുന